സോ ഗൈസ് ഇന്നൊരു ചെറിയ അൺബോക്സിംഗ് ആണ് ദ CMF ബൈ നത്തിങ്ങിൻ്റെ വാച്ച് പ്രോ 2. ഇത് ലേറ്റസ്റ്റ് വേർഷനാണ്. നല്ലൊരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു സ്മാർട്ട് വാച്ചാണ്. ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഓറഞ്ച് റെഡ് സ്റ്റോണുള്ള ഒരു കളറാണ് ഇതിനകത്ത് വരുന്നത്. ഇത് അലുമിനിയം അലോയ് വാച്ച് ബോഡി വരുന്ന സംഭവമാണ്. 1.3 ഇഞ്ചിൻ്റെ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പിന്നെ 100+ വാച്ച് ഫേസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ 120 സ്പോർട്സ് മോഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതല്ലാതെ തന്നെ പിന്നെ GPS ഇൻബിൽഡ് ഉണ്ട്, കോളിംഗ് ഫീച്ചർ ഉണ്ട്. പിന്നെ ഇതൊന്നും അല്ലാതെ ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ 11 ദിവസം ചാർജ് കിട്ടും എന്ന്. 11 ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് 10 ദിവസമെങ്കിലും അത്യാവശ്യം കിട്ടും. ഇത് സീരീസ് 9 ആണ്. ഇതിന് 1 ഡേ ചാർജ് കിട്ടുള്ളൂ. 1 ഡേ ചാർജ് ഒക്കെ കിട്ടണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഫോൺ ചാർജ് ചെയ്യണ പോലെ. അതായത് എവിടെയെങ്കിലും വർക്കൊക്കെ പോയിട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇത് ചാർജിനാണ്. ഈ 10 ഡേ ചാർജ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു ദിവസം ചാർജ് ഇടാൻ മറന്നു പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ചാർജ് ഇടാൻ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മളിത് കെട്ടിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഡേയുടെ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് തണയും. പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ 11 ദിവസം, അതായത് ഒരു വീക്കിലി ചാർജ് ചെയ്താൽ മതി. ഇതാണ് അത്യാവശ്യം. ഇതുപോലെ വേണം നമ്മുടെ ഈ സീരീസൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക്, ആപ്പിൾ സീരീസൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് വാച്ച്. പക്ഷേ ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സും ആക്യുറസിയും പിന്നെ ബ്രാൻഡ് വാല്യൂവും കാരണം ഇതിന് വില കൂടുതലാണ്. സോ നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് ഇത് എങ്ങനെയാണ് വാച്ചിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഗൈസ് ഇതാണ് വാച്ച്. ഇത് റൗണ്ട് ഡയൽ വരുന്ന വാച്ചാണ്. ഇതാണ് നമ്മുടെ വാച്ച്. ഇതാണ് സ്ട്രാപ്പ് പറഞ്ഞത് ഓറഞ്ച് സ്ട്രാപ്പാണ് പറഞ്ഞത്, ഓറഞ്ച്. അവരുടെ ബുക്കും പേപ്പറും. ഇതാണ് ചാർജർ. ഈ പിന്നെ യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ ചാർജ് കയറില്ല. ഈ ആപ്പിളിൻ്റെ ഇങ്ങനത്തെ ചാർജർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് വെച്ചാൽ മാത്രം മതി, കറക്റ്റായിട്ട് ചാർജ് കയറും. ഇതുപോലെ അലൈൻ ചെയ്ത് വെക്കണം. അലൈൻ ചെയ്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ ചാർജ് കയറില്ല. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചാർജ് കയറില്ല. അപ്പോൾ ഇങ്ങനത്തേതിനെക്കാട്ടി നല്ലത് ഇതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ നമുക്കിത് ഓണാക്കി നോക്കാം. ഇതെങ്ങനെയാണോ CMF ബൈ നത്തിങ്. അടുത്ത് അവരുടെ ലാംഗ്വേജ്, നമുക്ക് ഏത് ലാംഗ്വേജ് വേണമെന്ന് ചോദിക്കും. പക്ഷേ കുറച്ച് നല്ല ആക്യുറേറ്റ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് ഇല്ലേ, ഹിന്ദിയൊക്കെ ഉണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി ലാംഗ്വേജ് എല്ലാം ഉണ്ട്. നമ്മുടെ ഹിന്ദിയൊക്കെ ഉണ്ട്. സോ ഇത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് CMFൻ്റെ ഒരു ആപ്പ് ഉണ്ട് പ്രോയുടെ. അത് നമ്മൾ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. അത് കണക്ട് ചെയ്ത് ആസ് യൂഷ്വൽ എല്ലാ ഫോണും ചെയ്യണ പോലെ നമ്മളിത് QR കോഡ് സ്കാൻ ചെയ്തില്ലെങ്കിലും ഓപ്പൺ ചെയ്ത് നമ്മളിത് അതിനടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഇത് കാണിക്കുന്നുണ്ട്. അതാ പെയറിങ് കാണിക്കും. ഇങ്ങനെയാണ് പെയറിങ് കാണിക്കണേ. നത്തിങ്ങിൻ്റെ സ്പെഷ്യൽ ഫോൺ. ഇത് കാണുമ്പോൾ നല്ല രസമുണ്ട്. 100% സക്സസ്ഫുള്ളി ഇത് കണക്ട് ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇത് ഇൻസ്റ്റാൾ ആയപ്പോൾ തന്നെ നമ്മളോട് കിടിലൻ ഡിസ്പ്ലേ. 7 മണി, നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ് കാണിക്കുന്നത്. നമ്മുടെ ഐഫോണിലൊക്കെ വരുന്ന പോലെ നമ്മുടെ ഈ ക്രൗണ് കറക്കുമ്പോഴത്തേക്ക് ഒരു ഹാപ്റ്റിക് ഫീലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സൗണ്ട് വിത്ത് ചെറിയൊരു ഹാപ്റ്റിക് വൈബ്രേഷനും കൊടുത്ത് ഹാപ്റ്റിക് ഫീൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എക്സസൈസ് മോഡ്, റെക്കോർഡിങ്, ഹാർട്ട് റേറ്റ്, അത് കഴിഞ്ഞ് ബ്ലഡ് ഓക്സിജൻ ലെവൽ വരുന്നുണ്ട്. സ്ലീപ്പ് ട്രാക്കിംഗ് ഉണ്ട്, സ്ട്രെസ്സ്, സൈക്ലിങ്, വർക്ക്. ഇതാണ് ഇതിൻ്റെ ഡയൽ പാഡ്. അത്യാവശ്യം നല്ല ഫീലുള്ള ഹാപ്റ്റിക്. ഫൈൻഡ് മൈ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഇതിൽ ബാക്കി ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഈ പ്രോ മോഡലിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ പുറത്ത് ഔട്ടർ റിങ് നമുക്കിങ്ങനെ റിങ് ചെയ്ത് ഇങ്ങനെ കറക്കി ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇത് എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ഇതുപോലെ വേറെ സ്ക്വയർ മോഡലും, ഇതൊരു എഡ്ജ് കർവ് പോലത്തെ ഒരു മോഡലാണ്. ഇതിൻ്റെ ഒരു സ്ക്വയർ എഡ്ജ് പറഞ്ഞ സാധനമുണ്ട്. അത് വാങ്ങിച്ചുവാണെങ്കിൽ ഇടാം. അപ്പോഴത്തേക്ക് ഒരു സ്ക്വയർ എഡ്ജ് ഫിനിഷിങ് വരും. ഇത് കർവ് മോഡലാണ്. അതുപോലെ ഒരു ചെറിയൊരു കസ്റ്റമൈസേഷൻ മാത്രം, വേറെ ഒന്നുമില്ല അതിന്. ഇങ്ങനെ ആകുമ്പോൾ ലോക്കാവും. CMF ബൈ നത്തിങ് എന്നൊക്കെ ഒരു സൈഡിലൊരു ചെറിയൊരു ടൈപ്പിങ്സ് കൊടുത്തിട്ടുണ്ട്. വെതർ, പിന്നെ നമ്മൾ ആപ്പിളൊക്കെ കാണിക്കുന്ന പോലെ നമ്മളെ ഹെൽത്ത് ട്രാക്കിംഗ് ആണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല വാച്ചാണ്. ഇത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ഫേസ് മാറ്റാൻ പറ്റും. അത്യാവശ്യം നല്ല വാച്ച് ഫേസുകളുണ്ട്. ഇത് കൊള്ളാം. പക്ഷേ എല്ലാം നല്ല കറക്റ്റ് അമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് നമുക്കിത് കറക്റ്റ് ആക്യുറേറ്റ് അറിയാൻ പറ്റും. ബ്ലാക്ക് ടോണിലും ഇതിന് പറഞ്ഞുകൊണ്ട് നല്ല ഫീലുള്ള ഒരു വാച്ച്. ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇത് 5500 സംതിങ് വരും. ഫ്ലിപ്കാർട്ട്, ആമസോൺ. അല്ലാതെ ഇവിടെ നമ്മൾ UK നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു 54 പൗണ്ട് തൊട്ട് 60 പൗണ്ട് വരെ വരും. ഓഫർ വരുമ്പോൾ വീണ്ടും മാറും, 50 പൗണ്ടിന് കിട്ടും. 5000 രൂപയ്ക്ക് ഒരു അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സുള്ള നല്ല വാച്ചാണിത്. പിന്നെ നമുക്ക് ബാക്കി ആപ്പ് ഫീച്ചേഴ്സും ബാക്കിയെല്ലാം പറഞ്ഞുകൊണ്ട് നോട്ടിഫിക്കേഷൻ എല്ലാം പറഞ്ഞുകൊണ്ട് 125 ഇതിൽ ഫോണിൽ പറഞ്ഞ നോട്ടിഫിക്കേഷനൊക്കെ ഇതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കൊള്ളാം. റൗണ്ട് ഡയൽ ഇഷ്ടമുള്ളവർക്ക് വാങ്ങാൻ പറ്റിയ ഈ പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് വാച്ച് എന്ന് പറയാം. അത്യാവശ്യം ഇതിൻ്റെ ഫോണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം നത്തിങ്ങിൻ്റെയാണ്. നമുക്ക് പിന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം വാങ്ങണം എന്നുള്ളവർക്ക് ലിങ്കും ബാക്കി കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പഴയൊരു മോഡലും കൂടെ ഉണ്ട്, അതും കൂടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയും കൂടെ ഇടാം. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നമുക്ക് കമ്പാരിസൺ കൂടെ നോക്കാം. അതൊരു സ്ക്വയർ ബോക്സ് ടൈപ്പ് മോഡലാണ്. അത് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഇതുപോലത്തെ ഒരു മോഡലാണ്.
ഇപ്പോൾ ഈ ഒരെണ്ണം ഇതുപോലെ ഇതൊരു കുറച്ച് കർവാണ് ഇത് സീരീസ് 9. അതുപോലെ അതൊരു സ്ക്വയർ മോഡലാണ്, സ്ക്വയർ ടൈപ്പ് പറഞ്ഞത്. ഈ സർക്കിൾ പറഞ്ഞ മോഡൽ ഇതാണ്, ഈ പ്രോ 2 മാത്രമേ ഉള്ളതാണ് എൻ്റെ നിഗമനം. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ബാക്കി കാര്യങ്ങളെല്ലാം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു, നല്ല വാച്ച്. സോ നോട്ടിഫിക്കേഷനിൽ തന്നെ ബാറ്ററി, പവർ സേവിങ് മോഡ്, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളൊക്കെ നോർമൽ വാച്ചിലുള്ള പോലെ തന്നെ എല്ലാം ഉണ്ട്. അത്യാവശ്യം കാണാൻ നല്ലൊരു ലുക്കുള്ള വാച്ച്. ഈ സ്ട്രാപ്പ് ഒരു ലെതറി ഓറഞ്ച് സ്ട്രാപ്പാണ്. ഇതിൻ്റെ അല്ലാതെ മാഗ്നറ്റിക് സ്ട്രാപ്പും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാം. CMFൻ്റെ തന്നെ വേറെ 2-3 കളർ വാച്ചുകൾ സ്ട്രാപ്പുണ്ട്, നൈലോൺ സ്ട്രാപ്പൊക്കെ ഉണ്ട്. അത്യാവശ്യം നൈലോൺ സ്ട്രാപ്പൊക്കെയാണ് കുറച്ചും കൂടെ നല്ലത്. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വാച്ചും കൂടെ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം, ലെങ്ത് ആയിപ്പോൾ. എന്നിട്ട് അതിൻ്റെ രണ്ടിനെയും കൂടെ കമ്പാരിസൺ കൂടെ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.